ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വെക്കേഷനായിട്ട് നമ്മളിതാ വട്ടവട പോവാണേ. നമ്മൾ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജംഗിൾ സഫാരി പോയ പോലെ തന്നെ ഈ പ്രാവശ്യം നമ്മൾ പോകുന്നത് കോതമംഗലത്ത് നിന്ന് KSRTCയിലാട്ടോ. ഇതിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും ഉണ്ട്, അല്ലാതെ വെക്കേഷൻ അല്ലാത്തപ്പോൾ വീക്കെൻഡിലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം സീറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്, അപ്പോൾ അതിലിങ്ങനെ ഇടും, ഓരോരോ ഷെഡ്യൂളായിട്ട് അവർ ഇടും. അതനുസരിച്ച് നമുക്ക് ബുക്ക് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ രാവിലെ 6:30 ആയപ്പോൾ നമ്മളിതാ കോതമംഗലം സ്റ്റാൻഡിൽ നിന്ന് ബസ് പുറപ്പെട്ടു. എന്താ പറയുക, ഇതുവരെ കാണാത്ത അറിയാത്ത ആൾക്കാരാണെന്നൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ബസ്സിൽ കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ബ്ലോക്ക് അറിയാലോ, നേര്യമംഗലം മുതൽ അത്യാവശ്യം നല്ല ബ്ലോക്കായിരുന്നു. കാരണം നല്ല ബ്ലോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഒന്ന് നീങ്ങും നിർത്തും അങ്ങനെയായിരുന്നു. പക്ഷേ നമുക്കങ്ങനെ ബോറടിച്ചൊന്നുമില്ല, കാരണം നമ്മൾ വണ്ടിക്കകത്ത് എല്ലാവരും ഒരേ വൈബിളുള്ള ആൾക്കാർ ഇങ്ങനെ ഒത്തുകൂടുന്നത് ആദ്യമായിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യമൊന്നും അങ്ങനെയല്ലായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യത്തെ ആൾക്കാരുടെ അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മളിതാ ചീയപ്പാറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയത്. നല്ല അടിപൊളി മുട്ടക്കറി, കടലക്കറി, അപ്പം, ഇടിയപ്പം, പൊറോട്ട, ചായ, നല്ല ഫുഡായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ വണ്ടിയിൽ കയറിയിട്ട് ഓരോരുത്തരായിട്ട് പാട്ട് പാടാൻ തുടങ്ങി, കടങ്കഥ പറയാൻ തുടങ്ങി, അന്താക്ഷരി കളിക്കാൻ തുടങ്ങി. അന്താക്ഷരി നമ്മൾ മണിക്കൂറുകളോളം കളിച്ചു, ഒരു മുഷിപ്പില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വണ്ടി ഒരുപാട് സ്ഥലത്ത് ബ്ലോക്കിൽ പെടുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും അത്ര അങ്ങ് ബാധിച്ചില്ല എന്നുള്ളതാണ്. കാരണം നമ്മളിതിൽ എല്ലാവരും എന്താ പറയുക, ഒരേ വൈബിളുള്ള ആൾക്കാർ കൂടുന്നൊരു യാത്ര ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. നമ്മൾ പറയാറുണ്ടല്ലേ, നമ്മൾ യാത്രകളൊക്കെ ചിലത് സ്ഥലങ്ങൾ കാണുന്നേക്കാൾ കൂടുതൽ നമ്മളെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ ഒരു എന്താ പറയുക, അതൊരു വേറെ തന്നെ ഒരു ഫീലാണ്. കൂടെ യാത്ര ചെയ്യുന്നൊരു നമ്മളതേ വൈബിളുള്ളവരാണെങ്കിൽ അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ ആ യാത്ര പോയിന്നാണ്. പിന്നെ ഇത് നമ്മൾ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ ഒരാൾ ഇറങ്ങിയിട്ട് ബ്ലോക്ക് മാറ്റി അങ്ങ് കയറി പോകായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇവർ റോട്ടിൽ വണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് അത് മാറ്റാൻ പറഞ്ഞപ്പോൾ അവർ മാറ്റിയില്ല. പുള്ളി കുറേ പ്രാവശ്യം നല്ല രീതിയിൽ പറഞ്ഞു, പക്ഷെ അവർ കേൾക്കുന്നുണ്ടായില്ല. ലാസ്റ്റ് പുള്ളിക്ക് ദേഷ്യം വന്നു. അങ്ങനെ വണ്ടിയിൽ നിന്ന് എല്ലാവരും കൂടെ ഇറങ്ങി എന്താ പറയുക, പുള്ളിനെ ഇങ്ങ് മാറ്റിക്കൊണ്ട് വന്നു. കാരണം ലാസ്റ്റ് അവരും വണ്ടി എടുത്തുകൊണ്ട് പോയി. അവർ നന്നായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, കാരണം അവർക്ക് ആ വണ്ടി അങ്ങ് മാറ്റി കൊടുക്കുകയാണെങ്കിൽ അടുത്ത വണ്ടിക്ക് അങ്ങ് കയറി പോവാം. ഇപ്പോൾ ഒന്നാമത് മൂന്നാർ നല്ല ബ്ലോക്കും, റോഡിൻ്റെ 2 സൈഡിലും സ്ഥലം ഇല്ലെങ്കിലും അവിടെയൊക്കെ കൊടുന്ന് ടൂറിസ്റ്റും കാറൊക്കെ നിർത്തിയിടുന്നതുകൊണ്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു. നമുക്കങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിന്ന് അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നു. കുറേ സമയം വെറുതെ അങ്ങനെ ടൈം വേസ്റ്റായി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം എല്ലാവരും ഇത് കാണാൻ വേണ്ടി വരുന്നു. എവിടെയെങ്കിലും വണ്ടി നിർത്തുന്നത് എന്താ പറയുക, അവിടെ ഒന്നും ഈ പറഞ്ഞ പോലെ അവിടെ പ്രത്യേകിച്ച് ക്യാമറയോ കാര്യമൊന്നും ഇല്ല. അങ്ങനെ ഒരു പേടിക്കണ്ടല്ലോ, എവിടെ വേണമെങ്കിൽ നിർത്താം, ആരും ചോദിക്കൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മളിതാ വട്ടവട പോകുന്ന വഴിയാണ്. നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ നിർത്തണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ ഒന്നും നിർത്താൻ പറ്റിയില്ല. അത്യാവശ്യം നല്ല ബ്ലോക്കായിരുന്നു. ഇത് ടോപ്പ് സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് നമ്മുടെ എക്കോ പോയിന്റ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയത്. നല്ല അടിപൊളി മീൻകറി, സാമ്പാർ, മോരുകറി, കൂട്ടുകറി, ചമ്മന്തി, പിന്നെ തോരനുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. വ്യൂ ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ പണ്ട് നമ്മൾ സ്കൂളിൽ ഈ ക്യൂ നിന്ന് വാങ്ങൂലേ, അതുപോലെയൊക്കെ ആയിരുന്നു. അങ്ങനെ വാങ്ങിച്ച് കഴിച്ച് പിന്നെ വണ്ടിയിൽ കയറിയിട്ട് പിന്നെ ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞ് കുറേ പോന്നപ്പോൾ ഉള്ളതാണ്. അവിടെ ദൂരെ എവിടെയോ ഒരു കാട്ടുപോത്തിനെ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് നോക്കിയതാണ്, പക്ഷെ ഞാൻ കണ്ടില്ല. കുറേ നേരം സൂം ചെയ്ത് നോക്കി, എനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ വന്ന് ടോപ്പ് സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് കുറച്ചിങ്ങ് വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റി ബൊഫലോനെ. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ കാണിക്കാം കേട്ടോ. അങ്ങനെ വരുന്ന വൈകൊക്കെ അത്യാവശ്യം നല്ല ബ്ലോക്കായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ ഇതുപോലെ ഇറങ്ങി ഓരോ വണ്ടി മാറ്റി കൊണ്ടുപോയി. എന്താ പറയുക, നമ്മൾ 1 മണിക്ക് വട്ടവട എത്തേണ്ടതാണ്, പക്ഷേ നമ്മൾ 5 മണിക്കാണ് അവിടെ എത്തുള്ളൂ എന്നാണ് ഇപ്പോൾ ഏകദേശം അവർ പറഞ്ഞത്. അങ്ങനെ പോകുന്ന വഴിയാണ്. എന്ത് രസമാണ് കാണാൻ, ഇങ്ങനെ ഫോണിലൂടെ കാണുന്ന പോലെയല്ല, അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജാക്കറ്റ് എടുത്തില്ല, മക്കൾ ജാക്കറ്റും എടുത്തില്ല. അവിടെ ബസ് സ്റ്റാൻഡിൽ കൊടുന്ന് കാറ് നിർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ജാക്കറ്റ് എടുക്കാണ്ട് ഇങ്ങനെ പോന്നു, മറന്നുപോയി എടുക്കാൻ. ആ ധൃതിയിൽ ഇങ്ങനെ പോകുന്നതുകൊണ്ട് അങ്ങനെ നമ്മുടെ ടോപ്പ് സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് കുറേ പോന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ചുകൂടെ പോയപ്പോഴാണ് നമ്മൾ ബഫല്ലോ 2 നല്ല സൈസ് ഉണ്ടായിരുന്നു. ഒരു മൃഗത്തിനെയും കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ല വിഷമത്തിലായിരുന്നു പോകുന്നത്. അത് വിചാരിച്ചപ്പോഴാണ് അതിനെ കണ്ടു. അങ്ങനെ പിന്നെ നമ്മളവിടെ വണ്ടി നിർത്തിയിട്ട് പിന്നെ ജീപ്പിലാണ് വന്നത്. കുറേ വന്നിട്ട് എനിക്ക് സ്ഥലത്തിൻ്റെ പേരറിയില്ല, പക്ഷേ നമ്മൾ വന്ന ജീപ്പ് എന്തായി, കുറേ എത്തിയപ്പോൾ കേടായിപ്പോയി. ജീപ്പിൻ്റെ പ്ലേറ്റ് എന്തോ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞു. പക്ഷെ നല്ല സ്ഥലമായിരുന്നു കേട്ടോ, അത് നല്ല വ്യൂ ആയിരുന്നു അവിടെ. എനിക്ക് ഫോണിൽ അങ്ങനെ കുറേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. പിന്നെ വട്ടവട എത്തിയപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, രാത്രിയായി. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റിയില്ല. നമ്മളൊരു സ്ട്രോബെറി തോട്ടത്തിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് സ്ട്രോബെറിയും പിന്നെ കുറച്ച് ജാമൊക്കെ വാങ്ങിച്ച് കൈ പിടിച്ചു. അല്ലാണ്ട് ഇപ്പോൾ അത് ഇറങ്ങി കാണൽ പറ്റൂലായിരുന്നു, കാരണം രാത്രി ആയതുകൊണ്ട്.
പിന്നെ ഇതാ എന്ത് രസമല്ലേ കാണാൻ. നമ്മളങ്ങനെ തിരിച്ച് വരികയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു രാത്രിത്തെ വ്യൂ കാണാൻ. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫാമിലി, ഇവരുടെ വെഡിങ് ആനിവേഴ്സറിയും ഇവരുടെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. നമ്മളങ്ങനെ 12 മണി കഴിഞ്ഞപ്പോൾ അവർക്ക് മിഠായി ഒക്കെ ചോക്ലേറ്റൊക്കെ കൊടുത്തിട്ട് പിന്നെ ഇതാ ഓരോരുത്തരും അവരുടെ അനുഭവങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ ആ യാത്ര അവസാനിച്ചു കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.